അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു മുഹറമിന്റെ അതീവ പ്രതിഫലാർഹമായ സുന്ദര നിമിഷങ്ങളിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. മുഹറം 9ഉം 10ഉം നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. മുഹറം 1 മുതൽ നോമ്പെടുത്തവരുണ്ട്. മുഹറം 1ന്റെ ആ രാവിലെ ആദരിച്ചവർ, ബഹുമാനിച്ച് ബിസ്മി എഴുതിയവർ, ആയത്തുൽ കുർസി ഓതിയവർ, അങ്ങനെ തുടങ്ങി സൽപ്രവർത്തനങ്ങളുടെ പാതയിലേക്ക് നീങ്ങി വന്നവരാണ് നാം ഓരോരുത്തരും, ഇല്ലേ? അൽഹംദുലില്ലാ. ഈ വെളുക്കുന്നോര വെള്ളം കോരിയിട്ട്, വെളുക്കുന്നത് വരെ വെള്ളം കോരിയിട്ട് അവസാനം കലയിട്ടുടക്കെന്ന് പറയുന്ന പോലെ ഈ മുഹറം 9നും 10നും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മുഹറം 9ഉം 10ഉം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഒരുക്കി വെക്കേണ്ടതുണ്ട്, നാം എന്തൊക്കെ തയ്യാറാകേണ്ടതുണ്ട്, നാം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ അറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എന്നാണ് മുഹറം 9ഉം 10ഉം? ഉസ്താദ് ഗൾഫിൽ അങ്ങനെയാണല്ലോ, ഇന്ന നാട്ടിൽ ഇങ്ങനെയാണല്ലോ. എന്ത് തന്നെയായാലും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മുഹറം 9 വരുന്ന വ്യാഴാഴ്ച, മറ്റന്നാൾ, ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി. ഇപ്പൊ വ്യാഴം വെള്ളി ആണ് മുഹറം 9ഉം 10ഉം കടന്നു വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക. മുഹറം 9 വ്യാഴാഴ്ച, മുഹറം 10 വെള്ളിയാഴ്ച. അത് ക്ലിയർ ആയല്ലോ? അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പരിശുദ്ധമായ മുഹറം 9ഉം 10ഉം അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞ മാസമാണ് ഷഹ്റുല്ലാഹി മുഹറം, എന്റെ മാസം. ഷഹ്റുല്ലാ അള്ളാഹിന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞെങ്കിൽ അതിന്റെ പ്രതിഫലം, അതിൽ നൽകുന്ന നേട്ടങ്ങൾ അള്ളാഹിന് മാത്രമേ അറിയൂ, അല്ലേ? ഇപ്പൊ നമ്മളൊരാൾ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പൈസ കൊടുക്കണം. അപ്പൊ ഒരാളെ കണ്ടപ്പോൾ നമ്മളോട് അവനെ കൊടുത്തേക്കാം, അവനുള്ള ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ സാധാരണ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ ഓനുണ്ട്, ഓനും എന്റെ പ്രത്യേക ആളാണ് എന്നല്ലേ അർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് പരിശുദ്ധമായ മുഹറം എന്റെ മാസമാണ്, അതിലെന്ത് നന്മ ചെയ്താലും ഞാൻ അധികരിപ്പിച്ചു തരും, ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്, അതിനിവിടെ ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ മുഹറം ഈ വ്യാഴവും വെള്ളിയും നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? നമുക്ക് ഒരുങ്ങാനുണ്ട്, നമുക്കൊരു ഹിജറയുണ്ട്, അള്ളാഹിന്റെ റസൂൽ ഹിജറ പോയ വർഷം, ആ നാൾ അതിനെ സ്മരിക്കാൻ ഒരു പുതിയ വർഷം തുടങ്ങുന്ന ഹിജറ തുടങ്ങിയത്. ആ ഹിജറയെ സ്മരിക്കലാണ്. അപ്പൊ നമുക്കൊരു ഹിജറയുണ്ട്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഒരു ഹിജറ, ഇല്ലേ? പരിശുദ്ധമായ ഖുർആനിലേക്ക് ഒരു ഹിജറ, തിരുസുന്നത്തുകളിലേക്ക് ഒരു ഹിജറ. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങൾ നാം ഒരുക്കി വെക്കേണ്ടതുണ്ട്. ഒന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാവരും നോമ്പെടുത്തിരിക്കുക. പരിശുദ്ധമായ ദീനിൽ ആദ്യം മുഹറം 10 നിർബന്ധമായിരുന്നാണ് നോമ്പ്, പിന്നീട് അത് സുന്നത്താക്കി മാറ്റി. അപ്പൊ എന്തിനാ നോമ്പെടുക്കണേ? അത് എവിടെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ? മുഹറം 9ഉം 10ഉം നോമ്പെടുക്കണമെന്ന് എവിടെയാ പറഞ്ഞേക്കണെന്ന് ചില ആളുകൾ ചോദിക്കും, വിവരം കൂടിയ ആളുകൾ ചോദിക്കും. അത് എവിടെയാ പറഞ്ഞേക്കണേ? അത് വെറുതെ മൊയ്ലിയാക്കന്മാർ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഫത്തഹുൽ മുഈൻ എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പറയുന്നിടത്ത് അവിടെ നമുക്ക് കാണാം, മുഹറം 9ന് നോമ്പെടുക്കൽ ശക്തിമത്തായ സുന്നത്താണ്. നിബിതങ്ങൾ 10-നല്ലേ നോമ്പെടുത്തിട്ടുള്ളൂ, 9-ന് പിന്നെ എന്തിനാ നോമ്പെടുക്കണേ? ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, അവിടെ ശക്തിമത്തായ സുന്നത്താണ്, അതാണ് നോമ്പെടുക്കണം. എന്തേ മറ്റൊരു കാരണം, അള്ളാഹിന്റെ റസൂൽ മുഹറം 10ന് നോമ്പെടുത്തു. മുഹറം 10ന് നോമ്പെടുത്തപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, അതിന്റെ സ്മരണ എന്നോർത്തം അന്ന് ബനൂ ഇസ്രായേലികൾ, ജൂതന്മാർ മുഹറം 10ന് നോമ്പെടുക്കാറുണ്ട്. നിബിതങ്ങൾ പറഞ്ഞു, മൂസാ പ്രവാചകൻ അവരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അർഹരായത്, അതുകൊണ്ട് മുഹറം 9ന് കൂടി നിങ്ങൾ നോമ്പെടുക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഉറപ്പായും 9ന് ഞാൻ നോമ്പെടുക്കും. പക്ഷേ നിബിതങ്ങൾ മുഹറം 9 എത്തിച്ചില്ല, വഫാത്തായി പോയി. ആ ഹദീസിൽ പിടിച്ചെടുത്തുകൊണ്ട് മഹാരഥന്മാർ പറഞ്ഞു, നോമ്പെടുത്താൽ ഉന്നതമായ പ്രതിഫലം, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാവങ്ങളെയൊക്കെ പൊറുക്കാൻ മുഹറം 9ന്റെയും 10ന്റെയും നോമ്പിന്റെ പ്രതിഫലമുണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത് നോമ്പെടുക്കണം. അപ്പൊ എങ്ങനെ നോമ്പെടുക്കണം? കഴിയുമെങ്കിൽ മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നവരുണ്ട്, അവർക്ക് അല്ലാഹ് അർഹമായ പ്രതിഫലം തരട്ടെ. ഒന്നുകിൽ 9, 10, 11, അതാണ് സുന്നത്ത്. അതായത് വ്യാഴം, വെള്ളി, ശനി നോമ്പെടുക്കുക. ഇനി അതിന് കഴിയില്ല, രോഗമാണ് എങ്കിൽ 9ഉം 10ഉം, മുഹറം 9, 10 വ്യാഴം, വെള്ളി നോമ്പെടുക്കുക. ഇനി അതിനും പറ്റില്ല, തീരെ നിർവാഹം ഇല്ലെങ്കിലാണേ, ഒട്ടും പറ്റുന്നില്ല, 2 നോമ്പെടുക്കാനും പറ്റില്ലെങ്കിൽ മുഹറം 10-നെങ്കിലും നമ്മൾ നോമ്പെടുത്തിരിക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം.
അങ്ങനെ നീയത്തുകൾ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ് നമുക്ക് പഠിക്കാം. നോമ്പിന്റെ കാര്യം പറയാം. അപ്പം വ്യാഴം, വെള്ളി, ശനി ഇത് നമ്മൾ പഠിക്കുക. ഈ നോമ്പ് പിടിച്ചേക്കുക. ഇനി കഴിയുമെങ്കിൽ മുഹറം മാസം മുഴുവനും നോമ്പെടുക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. നിർബന്ധമല്ല കേട്ടോ, ഞാൻ കഴിയുന്നവർക്ക് പറയണം. ഇനി അതിന് കഴിയില്ല, മുഹറമിലെ എല്ലാ വ്യാഴം നോമ്പെടുക്കാം, എല്ലാ തിങ്കളും നോമ്പെടുക്കാം, അത് പ്രതിഫലമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ഈ മുഹറം 9-നെ പറ്റി നമ്മുടെ മക്കളെയൊക്കെ നോമ്പെടുപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം രണ്ടാമതൊരുക്കി തയ്യാറാക്കാനുള്ളത് ദിക്റുകൾ അധികരിപ്പിക്കണം. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഈ മുഹറം ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത ചരിത്ര അത്ഭുതങ്ങളുടെ മഹാത്ഭുതം തീർത്തു. നമ്മുടെ ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട്. ആ ചങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മഹാന്മാരുടെ ജീവിതം കഥ പറച്ചിലാണ്. കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ മുഹറമിൽ ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ചെറു കഥകളിലൂടെ അൽഹംദുലില്ലാഹ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എത്തുന്നുണ്ട്. ബദറിൻ തീരം എന്ന ചാനലിലാണ് അത് എത്തുന്നത്. നിങ്ങൾ എല്ലാവരും കാണണം. ഓരോ ദിവസവും ആദം നബിയുടെ, ഇദ്രീസ് നബിയുടെ, നൂഹ് നബിയുടെ, അതുപോലെ ഇബ്രാഹിം നബിയുടെ, അങ്ങനെ തുടങ്ങി അയ്യൂബ് നബിയുടെ ഒക്കെ ചരിത്രങ്ങൾ, ഇൻഷാ അല്ലാഹ് യൂസുഫിന്റെ ചരിത്രം പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. ആ മഹാന്മാർക്ക് അത്ഭുതം നൽകിയ മാസമാണ് പരിശുദ്ധമായ മുഹറം. ആ മുഹറത്തിൽ പ്രവാചകന്മാർ ചൊല്ലിയ അദ്കാറുകൾ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആദം നബി തൗബ ചെയ്തു റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. അല്ലേ? അങ്ങനെ ദിക്റുകൾ അധികരിപ്പിക്കുക. മൂന്നാമത്തത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പാപമോചനം. അറിയില്ല, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇത് നമ്മൾ പറഞ്ഞിരിക്കണം. ഇതെങ്കിലും നമുക്ക് ചെയ്യാലോ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പിണക്കങ്ങൾ നമ്മൾ മാറ്റണം. ഇതൊക്കെ മുഹറമിന്റെ തുടക്കം പറഞ്ഞത് കൊണ്ട് വേഗം പറഞ്ഞു പോകണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മുഹറം 9 നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ നമ്മൾ അതിപ്രധാനമായി 1 മുതൽ ഇതുവരെ ശ്രദ്ധിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം കുടുംബത്തിൽ വിശാലത നൽകുക എന്നുള്ളതാണ്. വാപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലായിരിക്കും, പൈസ അയച്ചുതരും. ഈ മുഹറമിൽ 9 നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അധികമായി വീട്ടിൽ സാധനം മേടിക്കണം. എന്ന് പറഞ്ഞാൽ അമിത ചെലവല്ല. ചെലവെന്ന് പറഞ്ഞാൽ ഇസ്റാഫല്ല, അമിതത്വം കാണിക്കലല്ല. ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. എവിടെ? മുഹറം 9-നും 10-നും. അതാ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ കാരണം. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിശാലത ചെയ്ത് കൊടുക്കൽ, കുടുംബത്തിൽ വിശാലത ചെയ്യൽ വലിയ ബറക്കത്ത് കിട്ടാൻ കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ ഉള്ളവർക്കൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. സാധാരണ ഉണ്ടാകുന്ന വ്യത്യസ്തമായി എന്നാൽ ഫുഡ് നോമ്പ് മുറിക്കുമ്പോഴോ ഇടയത്താഴത്തിനോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇത് പ്രത്യേകം വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഇനി എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുക, തീരാറായ സാധനങ്ങളൊക്കെ അന്ന് മേടിക്കുക. അതിൽ പ്രത്യേകം ബറക്കത്തുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഒരൊറ്റ ദിക്ർ. ഈ ഒരു ദിക്ർ മുഹറം 9-നും 10-നും എന്നല്ല, എപ്പോൾ ചൊല്ലിയാൽ, ഒരൊറ്റ തവണ ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അത്രയേ ഉള്ളൂ. നമ്മുടെ നിസ്കാരം കഴിയുമ്പോൾ തസ്ബീഹ് ഇടും. ഈ സൗണ്ടാണ് അല്ലേ? അല്ല, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഖൽബിൽ തട്ടി പറയണം. സൂസൂസൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ ചെറിയൊരു സൂറത്ത് 10 തവണ നമ്മൾ പാരായണം ചെയ്താൽ, സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരുമില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നറിയാത്ത സൂറത്ത് ഒരാളുമില്ല. ഇതൊരു 10 തവണ മുഹറം 9-നും മുഹറം 10-നും നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗ്ഗം കണ്ടിട്ടല്ലാതെ മരിക്കൂലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത്ര എളുപ്പമുള്ള കാര്യമില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുഹറം 9-ന് ശ്രദ്ധിക്കാനുള്ള കാര്യം നാളെ രാവിലെ നമ്മൾ പറയും. അതുപോലെ ഓരോ ദിവസം വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് എത്തിച്ചേരാം. അള്ളാഹ് ഭാഗ്യം എടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഉണർത്തിയെന്ന് മാത്രം അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹു കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലും അതോടൊപ്പം ബദറിൻ തീരം എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമ്പനിയിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.